ഹലോ എവരി വൺ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഞാൻ ക്യൂബിക്സ് ആയിട്ടൊക്കെ കയ്യിൽ നിൽക്കുന്നത്, എന്താ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ അതൊന്നും അല്ല. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യൂബിക്സിനെ പറ്റി പറയാനും അല്ല. കാരണം കുട്ടികളുടെ കോൺസെൻട്രേഷൻ അതിനെപ്പറ്റി പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ, അതായത് കുട്ടികൾക്ക് ഇപ്പോൾ നല്ലപോലെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഇപ്പൊ ക്ലാസ്സിൽ അവൻ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ക്യൂബിക്സ്. അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസെൻട്രേഷൻ തരത്തിലുള്ള പലതരം ഗെയിമുകളും നമുക്കുണ്ട്. അവരെ ശ്രദ്ധ വർദ്ധിപ്പിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ ചെയ്യുവാണെങ്കിൽ അവർക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടും. അതെങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്കും എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, സോ അവർക്കത് എന്തെങ്കിലും പഠിക്കുന്ന കാര്യത്തിലായാലും എന്തിനായാലും അവർക്കത് ഒന്നും ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്നെങ്കിൽ ക്യൂബിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കുന്ന തരത്തിൽ ഫോക്കസ് ചെയ്ത് കളിക്കും. ഇപ്പൊ ലൂഡോ ആയിക്കോട്ടെ, എന്ത് ഗെയിംസ് ഐറ്റംസ് ആയിക്കോട്ടെ, അവർക്ക് കളിക്കാൻ പറ്റുന്ന, അതായത് അവർക്ക് അത് കോൺസെൻട്രേഷൻ കിട്ടണം അതിലൂടെ. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതും പിന്നെ അവർക്ക് ക്ലാസ്സിലായാലും നല്ലപോലെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നതും ഒക്കെ. നമ്മളത് മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് നമ്മൾ മാതാപിതാക്കൾ അത് മനസ്സിലാക്കിയെടുക്കണം. കാരണം അവരുടെ മൈൻഡ് വല്ലതും ഡിവേർട്ട് ആയി പോകുന്നുണ്ട്, എന്തെങ്കിലും കാര്യത്തിൽ കുട്ടികൾ ഡിസ്റ്റർബൻസ് ആണോ എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളുടെ മനസ്സ് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ പേരൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോ എന്താ ചെയ്യാന്നറിയാ, ഇപ്പൊ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ്മാരൊക്കെ നമ്മളോട് പറയായിരിക്കും, ഇപ്പൊ കുട്ടികളുടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ പറയുന്നതൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധ വേറെ ഒരു ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പേരൻസ് അത് മനസ്സിലാക്കിയെടുക്കണം. എന്തുകൊണ്ടാ കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, എന്തുകൊണ്ടാ അവൻ ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പൊ ഒരു കണക്കിട്ട് കൊടുത്ത് എന്തുകൊണ്ട് അവന് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതനുസരിച്ചിട്ട് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അപ്പൊ അതുപോലത്തെ ഉപകരണം വരുന്ന ഇതാണ് ക്യൂബിക്സ്, പസില്, അതുപോലത്തെ സംഭവങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പൊ നമുക്ക് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത് എങ്ങനെ കറക്റ്റായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവർക്ക് അതേപോലെ കോൺസെൻട്രേഷൻ കിട്ടും. സോ അപ്പൊ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ നമ്മൾ നല്ലപോലെ ശ്രമിക്കുക വീട്ടിൽ തന്നെ. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഗെയിം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ ഇരുന്ന് കളിക്കുക. അപ്പൊ അവർക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടും. എന്നുവെച്ചാൽ അവർക്ക് ആ ഗെയിം കളിക്കുമ്പോൾ അതിൽ വിജയിക്കണം എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാവും. സോ അപ്പൊ അവരത് വിജയിക്കാനായിട്ടുള്ള ശ്രമത്തില് അവരാ ഇപ്പോ ലൂഡോ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലൂഡോ കളിക്കുകയാണെങ്കിൽ ആ ലൂഡോയിലെ കോയിൻസ് എങ്ങനെ മൂവ് ചെയ്യണം, ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇപ്പൊ എത്ര ആൾക്കാരെ വെച്ചിട്ടാണോ കളിക്കുന്നത്, ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഫസ്റ്റ് കയറാം, എങ്ങനെ കയറാം എന്നുള്ള ഒരു ചിന്തയൊക്കെ അവരുടെ മനസ്സിൽ വരും. അപ്പൊ അവർക്ക് അത് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞങ്ങൾ ഇതുപോലത്തെ ഗെയിംസ് ഒക്കെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുക. ഇതുപോലത്തെ അവരെ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. അപ്പൊ അവർക്ക് വളരെ അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് ക്യൂബിക്സ് വന്നിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണിത്. കാരണം വെച്ചാൽ കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഗെയിമാണിത്. ഇത് നമ്മൾ ഓരോരുത്തർക്ക് ഇതിപ്പോഴും ചെയ്യാനായിട്ട് അറിയത്തില്ല എങ്കിൽ അതെങ്ങനെ ചെയ്യുന്നു, അത്ഭുതത്തോടെ നോക്കുന്നു, അങ്ങനെയൊക്കെയാണ്. ഇപ്പോ ഞാനും ഇത് സത്യം പറഞ്ഞാൽ എനിക്കും ഈ ക്യൂബിക്സിനെ ഇത് ചെയ്യാനായിട്ട് എനിക്കും അത്ര വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു. ഞാൻ ഇതുപോലെ യൂട്യൂബിലെ ഓരോ വീഡിയോസ് ഒക്കെ കണ്ട് ഇപ്പൊ എനിക്ക് എങ്ങനെ പോയാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആവും. നമ്മുടെ മൈൻഡ്സിന് എന്തെങ്കിലും വിഷമമോ കാര്യങ്ങളോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗെയിമാണിത് ക്യൂബിക്സ്. ഇത് വെച്ചിട്ട് നമ്മൾ കളിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും, കൂളാവും. നമുക്ക് നല്ലപോലെ വേറെ എന്ത് ജോലിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഫോക്കസ് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഇത് ക്യൂബിക്സ് വലിയവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. കാരണം ഇപ്പൊ കുട്ടികൾക്ക് ഞാൻ പറയുന്ന ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കണം, ക്ലാസ്സിൽ അവർക്ക് നല്ലപോലെ കോൺസെൻട്രേഷൻ കിട്ടണം. അപ്പൊ എക്സാമിനൊക്കെ അവർക്ക് നല്ലപോലെ മാർക്സ് കിട്ടണം എങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ക്യൂബിക്സ്, ലൂഡോ, അതുപോലത്തെ കുട്ടികൾക്ക് പസിൽ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പസിൽ എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു പസിൽ, ഒരു സിംഹത്തെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കണം, അങ്ങനെ എന്തെങ്കിലും
ഒരു ഐറ്റം. അപ്പൊ അതിന്റെ നമ്മള് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ കുട്ടികൾക്ക് അത് കോൺസെൻട്രേഷൻ കിട്ടും. ഓ ഇതിങ്ങനെയാണല്ലോ, ഇതിങ്ങനെയാണ്. മൈൻഡ് സെറ്റ് തന്നെ വർക്കൗട്ട് ആവാൻ തുടങ്ങും. അങ്ങനെ വർക്കൗട്ട് ആകുമ്പോഴത്തേക്കും അവർക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കും തോറും കുട്ടികൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനും പറ്റും, ക്ലാസ് ടോപ്പർ ആവാനും പറ്റും. അപ്പൊ നിങ്ങൾ ഇത്രയും കുട്ടികളുടെ കോൺസെൻട്രേഷൻ നല്ലപോലെ വർദ്ധിപ്പിക്കാനായിട്ട് ഇപ്പൊ എപ്പോഴും അവർ പഠിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ കാര്യം. കുട്ടികൾ എന്തായാലും ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ ഇപ്പൊ ഹോംവർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഇതുപോലത്തെ ഗെയിംസ് ഒക്കെ മേടിച്ചു കൊടുക്കുക. ഈ പസിലായാലും ഈ പസിലായാലും ലൂഡോ ആയാലും ഇതൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കുക. കാരണം വെച്ചാൽ കുട്ടികൾക്ക് ക്യൂബിക് ആയാലും നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കാം. കുട്ടികൾക്ക് ഇതുപോലത്തെ ചെയ്യുമ്പോഴത്തേക്കും നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ കുട്ടികൾ തന്നെ ഇത് ചെയ്ത് പഠിക്കട്ടെ എന്നായിരിക്കും. അപ്പൊ ആദ്യമേ മേടിച്ചിരിക്കുമ്പോൾ കുട്ടികൾക്ക് അത് എത്ര ഈസി ആയിട്ട് അറിയുന്നുണ്ടാവില്ല, ഇതെങ്ങനെ ചെയ്യണം, എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത്. ഇത് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പഠിക്കും നമ്മുടെ മാത്സ്. അതായത് നമ്മളുടെ മാത്സും അവർക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം വെച്ചാൽ ഇതിന് ഉള്ളത് മാത്സ് ആണ്. മാത്സിന്റെ ഫോർമുലാസ് പോലെയാണ് ഇതിലൊരു ഫോർമുലാസ് ഒക്കെ ഉണ്ട്. സോ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യൂബിക്സ് ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ അത് കുട്ടികൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ ഇതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ പല പല ഇതാണ് ക്യൂബിക്സ് ആണ് കിട്ടുന്നത്, നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്റെ വലുതും ഉണ്ട്, ചെറുതും ഉണ്ട്, പല രീതിയിലുള്ള അവൈലബിൾ ഉണ്ട്. അപ്പൊ ആദ്യം കുട്ടികൾക്ക് ഈ 3 ബേസ്ഡ് ക്യൂബിക്സ് ചെയ്യാനായിട്ടാണ് കുട്ടികൾക്ക് ശ്രമിക്കേണ്ടത്. ആദ്യം അവർ ഇത് ഓക്കെ ആവുകയാണെങ്കിൽ അതിന്റെ കുറച്ചുകൂടി വലുത് അവർക്ക് മേടിച്ചു കൊടുക്കുക. സോ അപ്പൊ അതുപോലെ അവർക്ക് അത് കോൺസെൻട്രേഷൻ കിട്ടും. മാത്സിന് പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ക്യൂബിക്സ്. സോ മാത്സിനോ ഇപ്പൊ ഫോർമുലാസ് ഒക്കെ ഉണ്ട്, ഈസി ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് ഇത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാനും അതിലൂടെ ഇത് സോൾവ് ചെയ്യാനും പറ്റുമെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് മാത്സ് പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം വെച്ചാൽ അതും ഏകദേശം ഫോർമുലാസ് ബേസ്ഡ് ആണ് മാത്സിന്റെ ഓരോ പ്രോബ്ലംസും വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഈസി ആയിട്ട് കുട്ടികൾക്ക് ഇപ്പൊ ചെറുപ്പം തൊട്ടേ അവർക്ക് അത് ശീലമാക്കുവാണെങ്കിൽ അവർക്ക് തന്നെ അത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ പേരൻസ് കുട്ടികളെ ഗൈഡ് ചെയ്യുക, ഏതൊക്കെ രീതിയിലാ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ കുട്ടികൾ ഗെയിംസ് ഒക്കെ കളിക്കും. പക്ഷെ അപ്പൊ മൊബൈലില് കൊടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ ഇതുപോലത്തെ ഇൻഡോർ ഗെയിംസ് ഒക്കെ, ഇതുപോലത്തെ ഗെയിംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. കാരണം മൊബൈലിൽ നോക്കുമ്പോൾ നമുക്ക് പല പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാം. കണ്ണിന്റെ പ്രോബ്ലം, കുട്ടികൾ അതിൽ തന്നെ ഇതായി പോവും, അഡിക്റ്റ് ആയി പോവും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഗെയിംസ് ഒക്കെ മേടിക്കുക. ഇപ്പൊ ലൂഡോ ആയാലും ഇപ്പൊ കുട്ടികൾക്ക് കളിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പേരൻസ് തന്നെ അവരെ കൂടെ ഇരുന്ന് കളിക്കുക. നമ്മൾ കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റ് വരും, ഫോക്കസ് വരും, അവർക്ക് ജയിക്കണം എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും പഠിക്കാനായിട്ട് അവർക്ക് അതുപോലെ തന്നെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അവർ തന്നെ ആ തോന്നൽ ഏറ്റെടുക്കും. ഇപ്പൊ നമ്മൾ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ അവർക്ക് തോന്നും, ഓ ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ ശരിയാവും എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലും അവർക്ക് തന്നെ അത് തോന്നലും ഉണ്ടാവും. അപ്പോൾ ഭാവിയിൽ അവർക്ക് തന്നെ നല്ലപോലെ ഇമ്പ്രൂവ്മെന്റ് ആയി നല്ല മാർക്സ് ഒക്കെ കിട്ടും. എക്സാമിനേഷൻ ആയാലും നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ടൊക്കെ അവരെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് ഇതുപോലത്തെ ഗെയിംസ് ഐറ്റംസ് ഒക്കെ മേടിച്ചു കൊടുക്കുക. സോ അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനായിട്ട്. ഓക്കെ, സോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യൂബിക്സ് ആയിട്ട് ഇന്ന് വന്നത്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, കാരണം വെച്ചാൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അതെന്റെ വാട്സ്ആപ്പ് നമ്പർ ആണ്. സോ നിങ്ങൾ അതിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ടും പറയാം, അല്ലെങ്കിൽ എനിക്ക് കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇമെയിൽ അയച്ചാൽ മതി. ഇമെയിലിന്റെ ലിങ്കും വാട്സ്ആപ്പ് നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, പിന്നെ കമന്റിലും ഇട്ടേക്കാം. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ. സോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.